ഗൗതമ, ഉത്തർപ്രദേശിൽ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്കിടയ്ക്ക് ഒരു അപകടം ഉണ്ടാകുന്നു. ആ അപകടം അട്ടിമറിയാണോ എന്നുള്ള വലിയ സംശയങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും സംശയങ്ങളും പോലീസിനും അതുപോലെ തന്നെ അന്വേഷണ കമ്മീഷനും കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസികൾക്കുമുണ്ട്. അതിനിടയിലാണ് എല്ലാ കാര്യങ്ങൾക്കും പ്രയാഗ്രാജുമായി ബന്ധപ്പെട്ടും കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഏകദേശം 39 ലക്ഷത്തിൽ പരം ആളുകൾ ഇതിനോടകം അവിടെ വന്നുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. യോഗി നേരിട്ട് കൊണ്ട് വാർ റൂമിൽ ഇരുന്നു കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. കൃത്യമായ സുരക്ഷ ഉറപ്പുവരുന്നുണ്ട്. ഈ കുംഭമേളയിൽ പരിക്കേറ്റ ഒരു യുവാവ് യോഗിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ ചില വാക്കുകൾ, അദ്ദേഹത്തിന് കരുത്ത് കൊടുക്കുന്ന മോദി, അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിട്ട് നിൽക്കുന്നത്. ഇതാവണം ഒരു മുഖ്യമന്ത്രി, ഒരു കാവിയിട്ട സന്യാസി മുഖ്യമന്ത്രി ആയാൽ എങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ കാണിച്ചു കൊടുത്ത സീനായിരുന്നു അത്. എന്താണ് സംഭവം? എങ്ങനെയാണ് യോഗി ഈ യുവാവിനോട് പ്രതികരിച്ചത്? എന്താ ആ യുവാവ് ആരാണ്? ഈ യുവാവ് ഇപ്പോൾ ഒരു ആശുപത്രിയിൽ കഴിയുകയാണ്. 29-ാം തീയതി നടന്ന അപകടത്തിൽ പരിക്കേറ്റൊരു യുവാവാണ്. ഇപ്പം യോഗി അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി കണ്ട് സന്ദർശിച്ചിരിക്കുകയായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത്. സാർ, നിങ്ങളുടെ ക്രമീകരണങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കൊരു പ്രശ്നവുമില്ല. എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. താങ്കൾ സനാതന സംസ്കാരത്തെ ധീരമായി മുന്നോട്ട് കൊണ്ടുപോകണം സാർ. താങ്കൾ ഞങ്ങളുടെ ഐക്കണാണ് സാർ എന്നൊക്കെയാണ് ഈ യുവാവ് ഈ യോഗി ആദിത്യനാഥ് ഹോസ്പിറ്റലിൽ തന്നെ സന്ദർശിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിനോടായിട്ട് പറഞ്ഞത്. ആ വീഡിയോ ആണ് വലിയ രീതിയിൽ പ്രചരിക്കുന്നത്. അതായത് കുംഭമേളയിൽ പരിക്കേറ്റ യുവാവാണ്. കുംഭമേളയിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ നിലവിൽ കഴിയുന്ന യുവാവാണ്. 30ഓളം ആളുകൾ മരണപ്പെടുകയൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം നമുക്കറിയാം. വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് കുംഭമേളയിൽ നടന്നതെന്നും നമുക്കറിയാം. പക്ഷേ നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നത്തെ, അതായത് ഇത്രയും ആളുകളാണ് അവിടെ ഒഴുകി എത്തുന്നത്, കോടാനുകോടി ആളുകളാണ് ഒഴുകി എത്തുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആത്മീയ സംഘവുമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ കുംഭമേളയിൽ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പക്ഷേ അതിനെ പർവ്വതീകരിച്ചിട്ട് കുംഭമേളയെ തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രതിപക്ഷത്തുള്ള പല നേതാക്കളും അവരുടെ അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ കാഴ്ചവെക്കുന്നത്. അതായത് ഏതൊക്കെ രീതിയിൽ ഹിന്ദു ഐഡൻറ്റിറ്റിയെയും ഹിന്ദുക്കളുടെ ആഘോഷിക്കുന്ന വലിയ ഉത്സവങ്ങളെയും അധിക്ഷേപിക്കാം എന്ന് തക്കം പാർത്തിരിക്കുന്ന പല നേതാക്കളെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. ഖാർഗെയെ നമ്മൾ കണ്ടു, ജോൺ ബ്രിട്ടാസിനെ കണ്ടു. ഇവരെല്ലാവരും നഖശിഖാന്തം സോഷ്യൽ മീഡിയയിൽ വേട്ടയാടപ്പെടുകയാണ്. കാരണം ഹിന്ദുവിനെ കുറിച്ച് മാത്രം, ഹിന്ദുവിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ച് മാത്രം വിമർശിക്കാനൊക്കെ അല്ലേടോ തൻ്റെ നാവ് പൊങ്ങുന്നത്. മറ്റേതെങ്കിലും ഒരു സമുദായത്തെക്കുറിച്ച് ഈ രീതിയിൽ വിമർശിക്കാൻ നാവ് പൊങ്ങുമോ ബ്രിട്ടാസെ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ വളരെ ലോജിക്കായിട്ടുള്ളൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ആ ചോദ്യം എന്ന് പറയുന്നത്. കാരണം മറ്റേതെങ്കിലും ഒരു സംസ്കാരത്തെക്കുറിച്ച് ഈ രീതിയിൽ വിമർശനം ഉന്നയിക്കാൻ, അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ജോൺ ബ്രിട്ടാസിനോ അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഖാർഗെക്കോ ധൈര്യം ഉണ്ടാകുമോ? ഉണ്ടാകില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരം എന്ന് പറയുന്നത്. എന്താ അതിൻ്റെ കാരണം എന്താണ്? വോട്ട് ബാങ്ക് പൊളിറ്റിക്സും അതോടൊപ്പം തന്നെ ഭയവും, ഇത് രണ്ടുമാണ് അതിലുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം. ഹിന്ദുക്കളെ ഭയമില്ല. ഹിന്ദുക്കൾ വോട്ട് ബാങ്ക് അല്ലല്ലോ. ഇവർക്ക് വോട്ട് ബാങ്ക് അല്ലല്ലോ ഹിന്ദുക്കൾ എന്താ സംഘടിതമായ ഹിന്ദു സമൂഹം രൂപപ്പെടാത്തതാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത്. കാരണം വോട്ടുകളൊക്കെ പല രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് ജോൺ ബ്രിട്ടാസിന് അതൊരു പ്രശ്നമേ അല്ല. ഈ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു വോട്ട് ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് സോണിയാഗാന്ധി തന്നെ ഇടപെട്ട് ഖർഗെയെ തിരുത്തിയത്. പക്ഷേ ബ്രിട്ടാസിന് അത് പ്രശ്നമല്ല. ബ്രിട്ടാസിന് ഓൾറെഡി അടിമകളായിട്ടുള്ള ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട്. പിന്നെ രണ്ടാമത്തത് ക്രിസ്ത്യൻ, പിന്നെ അതുപോലെ തന്നെ മുസ്ലിം വിഭാഗമാണ്. ഇവർ വളരെ കണ്ണിങ് ആയിട്ട് അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അവർ വോട്ട് ചെയ്യുള്ളൂ. അവർ ഭീഷണിപ്പെടുത്തും. ഞങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് തരില്ല, ഞങ്ങളുടെ മതത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ താൻ ആരാ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിണറായി വിജയനോട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതും MV ഗോവിന്ദനോട് ഡയറക്റ്റ് പറഞ്ഞതുമായ കാര്യമാണിത്. ഇത് മതത്തിൻ്റെ കാര്യമാണ്, ഇവിടെ കയറി ചൊറിയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യം ശബരിമല സ്ത്രീ പ്രവേശനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വരുന്ന സമയത്ത് പല സുഡാപ്പികളും വന്ന് പറയുന്നത് മതത്തിൻ്റെ പേരിൽ
മതത്തെ നവീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളാണ്. ഇതിലുള്ള പല ആളുകളും ഈ കുംഭമേളയിൽ ഇത്രയും ആളുകൾ അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടതിലുള്ള ദുഃഖമല്ല ഇവർ യഥാർത്ഥത്തിൽ രേഖപ്പെട്ടത്. ഇതിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്കൊരു ആഹ്ലാദമാണ്. ഇമോജികൾ എത്രയാണ് വരുന്നത് ഈ വാർത്തയ്ക്ക്? ഇസ്ലാമിസ്റ്റുകളുടെ ഇമോജികളാണ് ഇതിനു മുമ്പിൽ. കുംഭമേളയിൽ ഇത്രയും 30 പേര് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആഘോഷിച്ചുകൊണ്ടുള്ള ഇമോജികളാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ മനോഭാവം? അപ്പോൾ ഇത്രയും പേര് മരണപ്പെടണമായിരുന്നു എന്ന് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സത്യസന്ധതയില്ലായ്മയാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. ഇവർ ഈ കുംഭമേള നടക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഇതര പാർട്ടിയിൽ നിൽക്കുന്ന BJP അല്ലാതെ മറ്റ് ഇതര പാർട്ടിയിൽ നിൽക്കുന്ന ഏതെങ്കിലും നേതാക്കൾ ഇതിനെ പ്രശംസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹനീയതയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുംഭമേള എന്ന് പറയുന്ന ഒരു മഹാ ഉത്സവം ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റിയെക്കുറിച്ചോ ഐക്യത്തെക്കുറിച്ചോ ഒന്നും യാതൊരു തരത്തിലുള്ള പരാമർശവും എവിടെയും നടത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒന്നും നടത്താത്ത ആളുകളാണ് ഉടനടി 30 പേര് മരണപ്പെട്ടപ്പോൾ ഉടനടി ചാടിയെടുത്ത് രംഗത്ത് വന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുക, യോഗിയെ കുറ്റം പറയുക, കുംഭമേള മാത്രമാണ് ഇന്ത്യ, മറ്റൊന്നും ഇന്ത്യയിൽ സംഭവിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന വളരെ കുപ്രചരണമായിട്ടുള്ള വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കുന്നു. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരാരും അങ്ങനെ കുംഭമേളയെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടെ ഇത്തരം കാര്യങ്ങളിൽ പക്വതയോടെ പെരുമാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശബരിമലയിലൊക്കെ പോയല്ലോ. ശബരിമലയിൽ പോയത് മാത്രമല്ല സനാതന ധർമ്മത്തിന്റെ സനാതന ധർമ്മത്തെ വിഷയം വന്നപ്പോഴത്തേക്കും കൃത്യമായി നിലപാട് പറഞ്ഞു. ഇതൊന്നും അല്ല സനാതന ധർമ്മത്തെ നിങ്ങൾ അങ്ങനെ കൂട്ടിക്കെട്ടണ്ട എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. സനാതന ധർമ്മം നാശമില്ലാത്തതാണ് എന്ന് സതീശൻ വളരെ കൃത്യമായി പറയുകയും ചെയ്തു. മാത്രമല്ല ഈ ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. RSSന്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് വന്ന് ഇപ്പം ചരിത്രത്തിലാദ്യമായിട്ട് മോഹൻ ഭാഗവത് പങ്കെടുത്ത സമ്മേളനം കൂടെ. RSSന്റെ പ്രചാരം എനിക്ക് തോന്നുന്നു ഗുരുജി ഗോൾവാക്കർ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ചരിത്രത്തിലാദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് RSSന്റെ ഒരു സർസംഘചാലകൻ. ആ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള മറ്റൊരു സെഷനിൽ VD സതീശൻ പോയി പങ്കെടുത്തിരിക്കുന്നു. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് വേണ്ടി പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് പോകേണ്ടി വരുന്നുണ്ട്, കാര്യങ്ങൾ പറയേണ്ടി വരുന്നുണ്ട് എന്ന രീതിയിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പാർട്ടിയിലേക്ക് ഏകീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ഭയം പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന് രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സനാതനധർമ്മം ഇന്ത്യയുടെ പൈതൃകമാണ് എന്നൊക്കെ KPCC പ്രസിഡന്റിനെയും പിണറായി വിജയനെയൊക്കെ തള്ളിക്കൊണ്ടുകൊണ്ട് ഒക്കെ ഒരു പാർട്ടിയിലേക്ക് മാത്രം സനാതനധർമ്മത്തെ നിങ്ങൾ ചാർത്തി കൊടുക്കണ്ട എന്നതായിരുന്നു സതീശൻ്റെ ഒരു പരാമർശം എന്ന് പറയുന്നത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ദേശീയ നേതാക്കൾ, കോൺഗ്രസിൻ്റെ പല ദേശീയ നേതാക്കളും എൻ്റെയും പ്രതികരണം എന്ന് പറയുന്നത്. ഇപ്പോൾ സനാതനധർമ്മം ഉന്മൂലനം ചെയ്യണം എന്നായിരുന്നല്ലോ സ്റ്റാലിൻ്റെ പ്രതികരണം, ഉദയനിധി സ്റ്റാലിൻ്റെ. അതോടൊപ്പം തന്നെയാണ് ഖാർഗെയും ചോദിച്ചത് കുംഭമേളയിൽ മുങ്ങിയാൽ ദാരിദ്ര്യം മാറുമോ? കുംഭമേളയിൽ ഇത്രയും അധികം പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി പൈസയാണ് UP സർക്കാരിന് കേന്ദ്രത്തിന് എല്ലാം തിരിച്ചു കിട്ടുന്നത്. വലിയ രീതിയിലുള്ള ഒരു ട്രഡീഷണലും അതോടൊപ്പം തന്നെ വളരെ മോഡേണിറ്റിയും മിക്സ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഫെസ്റ്റിവലായിട്ട് വേണം നമ്മൾ കുംഭമേളയെ കാണാൻ വേണ്ടിയിട്ട്. കാരണം AI സംവിധാനം അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രോണുകൾ അതോടൊപ്പം തന്നെ മറ്റ് പല സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഈ രീതിയിലാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും 30 ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ. ഇതിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. കാരണം ഇവിടെ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട്, പ്രയാഗ്രാജിലെ അപകടവുമായി ബന്ധപ്പെട്ട് അതൊരു അട്ടിമറിയാണ് എന്നുള്ള സൂചനകൾ വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ അന്വേഷണം മലയാളികളിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മലയാളികളായിട്ടുള്ള 10 പേരെ പോലീസ് നിരീക്ഷിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇതിൽ 16,000 മൊബൈലുകൾ നിരീക്ഷിച്ചതിൽ 1000-ലേറെ മൊബൈൽ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ഇതിൽ പല സിം നമ്പറുകളും, അതായത് പല സിമ്മുകളും എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ വ്യാജ പേരിലാണ്, വ്യാജ ID-യിലാണ് എടുത്തത്. 16ഓളം പേര് കൃത്യമായി പോലീസ് നോട്ട് ചെയ്ത് കൊടുത്തു. 16ഓളം പേരെ. ആ 16ഓളം പേര് അവിടെ മനഃപൂർവ്വം തിരക്കുണ്ടാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടുകയും ഈ 16ഓളം പേർക്ക് ഡയറക്റ്റ് പങ്കും 16 ആളുകളെ ചേർത്ത് മറ്റ് ഇൻഡയറക്റ്റായിട്ട് ബാക്കി ആളുകൾക്ക് പങ്കുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ പുറത്തു വിടാത്തത് ഇതൊരു നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആയതുകൊണ്ടാണ്. അപ്പം പലതും സംഭവിക്കാം, ചില കളികൾ ഉള്ളിൽ നിന്ന് നടക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്താണ് യോഗി ആദിത്യനാഥിനെ പോലത്തെ ഒരു മുഖ്യമന്ത്രി ഉത്തർപ്രദേശ് ഭരിക്കുന്ന സമയത്ത് എത്ര പെട്ടെന്നാണ് അതിനെ തടയാൻ കഴിഞ്ഞത് എന്നത്. അതിനെ സ്പ്രെഡ് ചെയ്യാൻ അനുവദിച്ചില്ല, സ്പോട്ടിൽ നിപ്പിച്ചു. അവിടെ 30, അതായത് ഞാൻ 45 കോടി ജനങ്ങൾ വരുന്നത്, ഒരു ദിവസം തന്നെ 75 ലക്ഷം ജനം, സങ്കല്പിക്കാൻ പറ്റുമോ?
ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയ ശ്വാസം മുട്ടി മരിക്കും. ഈ അല്ല, നമ്മള് തൊട്ടപ്പുറത്ത് നമ്മൾ ഈ അട്ടിമറിയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും തെറ്റ് സംഭവിക്കാം. ഏത് സർക്കാരിനും സർക്കാരിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും പിഴവുകളൊക്കെ സംഭവിക്കാം. അതിനെ ജെനുവിനായിട്ട് കാണുക, അതിനെ പർവ്വതീകരിച്ചിട്ട് ചിത്രീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം പ്രതിപക്ഷം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ പ്രളയം വന്നല്ലോ, ഈ പ്രളയം സൃഷ്ടിച്ചത് മുഴുവൻ പിണറായിന്റെ പിടിപ്പുകേടാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് പ്രചരണങ്ങളുണ്ട്. അതായത് ഡാമിൽ വെള്ളം തുറന്നു വിടുന്നതിൽ കാണിച്ച അനാസ്ഥ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. ഇത്തരം ഒരു വലിയ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അതിൻ്റെതായ ഭാഗത്തു നിന്ന് ഇത്രയും ആളുകളെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. പക്ഷെ അവിടെ ഒരു അട്ടിമറി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നിലവിൽ നമുക്ക് പല റിപ്പോർട്ടുകൾ സാധിക്കുന്ന ഒരു കാര്യം. സർക്കാരിനെ അതിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മാത്രമല്ല അട്ടിമറി നടക്കുമ്പോൾ അവിടെ എന്താ ചെയ്യാൻ പറ്റുക? അട്ടിമറി നടക്കുമ്പോൾ സർക്കാരിനൊന്നും ആ കാര്യത്തിൽ പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് മാധ്യമങ്ങൾ പിന്നീട് പറഞ്ഞില്ല. അട്ടിമറിയാണ് എന്ന് മനസ്സിലായപ്പോൾ മാധ്യമം അതിനെപ്പറ്റി മിണ്ടുന്നില്ല. അട്ടിമറിയാണ് എന്ന് കൃത്യമായിട്ട് ഒരു വാർത്ത വന്നോ? ആ വാർത്ത ഈ സർക്കാർ കൃത്യമായിട്ട് അതിനെപ്പറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഗൗരവപരമായ കാര്യമായതുകൊണ്ടാണ് അത് പുറത്തു വിടാത്തത്. ഏകദേശം അതൊരു അട്ടിമറി സ്വഭാവത്തിലേക്ക് എത്തി എന്നുള്ള അനൗദ്യോഗികമായ വാർത്തകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ആ രീതി തന്നെ പറയാവുന്നതാണ്. എന്തായാലും അത് മറ്റ് വിഷയങ്ങളായതുകൊണ്ട് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യണം. കുംഭമേള വിജയകരമായിട്ട് പൂർത്തിയാവട്ടെ. ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചേരട്ടെ. തീർച്ചയായും.